മലപ്പുറം ചങ്കുവെട്ടിയിൽ ക്യാബിൻ വേർപെട്ട് ലോറി വൈദ്യുതി പോസ്റ്റിലിടിച്ചു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. മലപ്പുറം ചങ്കുവെട്ടിയിലാണ് ലോറി വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചത്. ക്യാബിൻ വേർപെട്ടു എന്നതാണ് മനസ്സിലാകുന്നത്. CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇന്ത്യാസ് വിവരങ്ങളുമായുണ്ട്. ഇന്ത്യാസ്, എപ്പോഴായിരുന്നു ഈ അപകടം? ഈ ക്യാബിനുള്ളിൽ ഡ്രൈവർ, അതിനു മുൻപ് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നു? ആർക്കെങ്കിലും പരിക്കുണ്ടോ? രതീഷേ, ഇന്നലെയാണ് ഇങ്ങനെയൊരു അപകടം മലപ്പുറം കോട്ടക്കലിൽ ഉണ്ടാവുന്നത്. അതായത് കോട്ടക്കലിലെ ഒരു സ്വകാര്യ വർക്ക്ഷോപ്പിൽ സർവീസിന് വേണ്ടിയിട്ട് കൊടുത്തതായിരുന്നു ഈ വാഹനം. അവിടെ നിന്ന് സർവീസ് കഴിഞ്ഞ് എടുത്ത് കോട്ടക്കൽ റോഡിലൂടെ വരുന്ന സമയത്താണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടാവുന്നത്. അതായത് ഈ ലോറിയുടെ ക്യാബിൻ ലോക്ക് ചെയ്യാൻ മറന്നതാണ് അപകടത്തിൻ്റെ കാരണമെന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വർക്ക്ഷോപ്പിലുള്ളവരെല്ലാം പറയുന്ന ഒരു കാര്യം. അതായത് വാഹനം വരുന്ന സമയത്ത് ഡ്രൈവർ ഈ ബ്രേക്ക് ചവിട്ടാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ബ്രേക്ക് ചവിട്ടുന്ന സമയത്താണ് ഈ ക്യാബിൻ മുന്നോട്ടേക്ക് വേർപെട്ടു പോകുന്ന രൂപത്തിലേക്ക് വരുന്നത്. അതോടെ തന്നെ ഡ്രൈവർ ഉടനെ തന്നെ ഈ വാഹനത്തിൽ നിന്ന് ചാടി ഇറങ്ങി അദ്ദേഹം രക്ഷപ്പെട്ടു. തുടർന്ന് ഈ റോഡിലൂടെ പോകുന്ന ഈ വാഹനം കണ്ട് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ബേക്കറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ വന്ന്, മനോജ് എന്ന ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ വാഹനത്തിലേക്ക് ഓടിക്കയറുകയും ഉടനെ തന്നെ ബ്രേക്ക് അമർത്തുകയുമായിരുന്നു. അതല്ല എങ്കിൽ ഒരു പക്ഷേ ഇത് റോഡിൽ വലിയ അപകടത്തിലേക്ക്, ഒരു പക്ഷേ മറ്റു വാഹനങ്ങളിൽ ഇടിച്ച് ഒരു വലിയ അപകടം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു. ഈ സെക്യൂരിറ്റി ജീവനക്കാരനായ മനോജിൻ്റെ കൃത്യമായ ഇടപെടലാണ് ഇത് വണ്ടി ഉടനെ പിടിച്ചു നിർത്താനും തൊട്ടടുത്തുള്ള ഒരു വൈദ്യുതി പോസ്റ്റിൽ മാത്രം ഇടിച്ച് അപകടം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. ഈ മനോജ് എന്ന് പറയുന്ന ആൾ നേരത്തെ ഇത്തരത്തിൽ വാഹനങ്ങളൊക്കെ ഓടിച്ച് പരിചയമുള്ള ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ഈ വണ്ടിയിൽ കയറി ബ്രേക്ക് ചവിട്ടാനും വലിയൊരു അപകടം ഒഴിവാക്കാനും സാധിച്ചത്. ഇതിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആർക്കും തന്നെ പരിക്കില്ല, പരിസരത്തൊന്നും വലിയ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഒരു വലിയ അപകടവും ഒഴിവായത്. ഈ വർക്ക്ഷോപ്പിലെ തന്നെ ജീവനക്കാർക്കുണ്ടായ അശ്രദ്ധയും ഈ ലോറി എടുത്തു പോരുന്ന ഈ ഡ്രൈവറുടെ ഒരു അശ്രദ്ധയുമാണ് ഈ അപകടത്തിൻ്റെ പിന്നിലെ ഒരു കാരണം. രതീഷ്.